ശരിക്കും പറഞ്ഞാല് ആളെല്ലാം പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പാലക്കാട് ലൈഫ് ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അന്ന് ഇപ്പൊ ഈ പറയുന്ന രീതി ആക്ച്വലി പക്ഷെ എനിക്ക് എല്ലാം പുതിയതായിരുന്നു. തുറന്ന് പറയാം, ഓപ്പണായിട്ട് പറയാമല്ലോ നമുക്ക്. ഈ പറയുന്ന ആക്ച്വലി വാഷിംഗ് മെഷീൻ പോലും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. അന്ന് വാഷിംഗ് മെഷീനൊക്കെ പുതിയ ഒന്ന് വന്ന സമയം ആയിരിക്കാം. പക്ഷെ ആണെങ്കിലും അതൊന്നും ഇല്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം ഉണ്ട് താനും. അവളുടെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന രീതി അത്യാവശ്യം ഒരു കുഞ്ഞു വീട്ടിലുണ്ടാകുന്ന സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. കാലങ്ങൾ മുഴുവൻ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇവിടെ പുതിയ വീട് ഈ വീട്ടിലേക്ക് വരുന്നത് വരെയുള്ള എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ലൈഫ്. 10 വർഷം ഇന്ന് ഞങ്ങൾ മിസ് ചെയ്യും ആ വീട്. അതെ, ആ വീടും ആ ഇതൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. ഏറ്റവും ഹാപ്പിനെസ് ആ വീട്ടിലായിരുന്നു. നിങ്ങളുടെ ആ ഒരു ലൈഫിന്റെ തുടക്കകാലം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയത് അവിടെയല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനസ്സിലായി. വെച്ചാൽ രണ്ടുപേര് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് രണ്ടുപേരും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടില്ലേ. അപ്പൊ അത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ വളരെ ഇതായിട്ട് നമ്മൾ ഉറുമ്പ് കൂട്ടുന്ന പോലെ കുഞ്ഞു 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 അങ്ങനെയാ ജീവിച്ചത്. അല്ലാതെ ഒരു ബൾക്കായിട്ടൊരു പൈസയോ അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ എനിക്ക് പെട്ടെന്നൊരു രണ്ടാളും ഒന്നിച്ച് എങ്ങനെ അതായത് അവള് ആക്ച്വലി അഭിനയം നിർത്തി. ഞാൻ നിർത്തിയല്ലോ. ഇവള് നിർത്തി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ ചേച്ചി നിർത്താനായിട്ട് അല്ല, അവളുടേതായ രീതിയിലേക്ക് മാരേജ് കഴിഞ്ഞ ഉടനെ ഡാൻസിന്റെ ഇതിലേക്ക് പോകാൻ വേണ്ടി വെറും 5-6 കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ 2 വർഷം കഴിഞ്ഞ് തുടങ്ങിയത്. പക്ഷെ അത് വേണ്ടാന്ന് തീരുമാനിച്ച് ഞാൻ തന്നെയാണ്. കാരണം എന്താ അറിയോ, ഓട്ടം ആ രണ്ടുപേരും 2 ഭാഗത്താവും. ആ ഒരു കുറച്ച് കാലം കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ അഭിനയിച്ചുല്ലോ. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഒരാള് പോയി വരുമ്പോ മറ്റേ പോകും. അത് നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ എത്രത്തോളം എന്നെ കൊണ്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നു. ഇപ്പൊ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് തോന്നി. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യണ്ട. പിന്നെ അന്ന് എനിക്ക് കാറൊന്നും ഇല്ലായിരുന്നു.